പെൻഷൻ പരാതിക്ക് പിന്നിലെന്ത് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. മന്ത്രി ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയ ഒരു ഉത്തരവ്, അതിലെ അപാകത, അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തിരുത്തുന്നു എന്ന ഒരു നിഷ്കളങ്ക ഭാവത്തോടെ ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ താങ്കൾക്ക് മറുപടി പറയാൻ കഴിയുമോ? കാരണം ഇത് ദിവസങ്ങൾ മാത്രമല്ല മാസങ്ങൾ പഴക്കമുള്ളൊരു ഉത്തരവാണ് എന്ന് മാത്രവുമല്ല, ഈ കുടിശ്ശിക അടക്കം തീർപ്പാക്കി പരിഹരിക്കാൻ വേണ്ടി സർക്കാർ നടപടികളെടുക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ പെൻഷൻ അർഹതപ്പെട്ടവരോട് മുഴുവൻ പറഞ്ഞ കാര്യമാണ് ഒറ്റ പെൻഷനിലേക്ക് ഈ കാര്യങ്ങൾ മാറ്റുമെന്ന്. അതൊക്കെ ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ മാധ്യമങ്ങൾ ഇങ്ങനെ ഒന്നോ രണ്ടോ തൊഴിലാളികൾ അവരുടെ നിസ്സഹായത പറഞ്ഞപ്പോൾ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടൊരു സംഭവമാണിത് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുന്ന ഒന്നാണോ ഇത്? മന്ത്രി ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ ചോദ്യം കേട്ടെങ്കിൽ. യെസ്, അത് അങ്ങനെ രക്ഷപ്പെടുക എന്ന പ്രശ്നമില്ല. ഗവൺമെൻറ്റിൻ്റെ നയം എല്ലാവർക്കും പെൻഷൻ ഉറപ്പാക്കുക, അത് ഒരു പെൻഷൻ ഉറപ്പാക്കുക എന്നതാണ്. അത് ഒരു പെൻഷൻ ഉറപ്പാക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ സുരക്ഷാ പെൻഷൻ സ്കീമിൽ പെട്ടവർക്ക് ഒരു പെൻഷൻ എന്നതാണ്. EPF പെൻഷൻ ഗവൺമെൻറ്റിൻ്റെ സുരക്ഷാ പദ്ധതിയിൽപ്പെട്ടതല്ല, അത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനാണ്. ആ പെൻഷൻ തൊഴിലാളിക്ക് അർഹതപ്പെട്ടത് അവർക്ക് കിട്ടുക തന്നെ വേണം. ഇപ്പോൾ ഒരു അർഹതയില്ലാത്തവരാര് എന്നതിനെക്കുറിച്ച് ആധാർ ലിങ്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞ കൂട്ടത്തിൽ EPF എന്നുകൂടി കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടത്. അതെന്തായാലും EPF പെൻഷൻ വാങ്ങുന്നവർ സുരക്ഷാ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനാണ്, അത് അവർക്ക് ലഭിക്കുക തന്നെ വേണം. അതുകൊണ്ട് തീർച്ചയായും അങ്ങനെ വന്നിട്ടുള്ള പെശക് ഗവൺമെൻറ് അത് തിരുത്തിയിട്ട് തൊട്ടടുത്ത ദിവസം അതിനാവശ്യമായ ഉത്തരവ് ഇറക്കുക തന്നെ ചെയ്യും എന്നതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ എന്തുകൊണ്ട് ഈ പിഴവ് വന്നു? ഇതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ഇത് മാസങ്ങൾ പഴക്കമുള്ളൊരു ഉത്തരവാണ്. അതിൻ്റെ ദുരിതം മുഴുവൻ ഓരോ ദിവസവും പാവപ്പെട്ട തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയുമായിരുന്നു. മാധ്യമങ്ങൾ ഇത് ശ്രദ്ധയിൽ കൊണ്ടുവന്നു, അപ്പോൾ മാത്രമാണ് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടത്, ഉടൻ ഞങ്ങൾ ഇടപെടുന്നു എന്ന വീരവാദം മുഴക്കാൻ കഴിയുന്ന ഒരു വിഷയമാണോ ഇത്? അതുകൊണ്ട് ഇല്ല, അങ്ങനെ വീരവാദമെന്ന് അതിനെ പറയരുത്. ദിവസങ്ങളോളം തൊഴിലാളി അനുഭവിച്ചിട്ടില്ല. 9 മാസം കുടിശ്ശികയായിരുന്ന പെൻഷൻ ഓണക്കാലത്താണ് ഗവൺമെൻറ് മുഴുവൻ പേർക്കും കൊടുത്തത്. അപ്പോഴാണ് ശ്രദ്ധയിൽ വരുന്നത് കുറേ അധികം. പണ്ട് ഈ പെൻഷൻ കൃത്യമായി കൊടുക്കാത്തതുകൊണ്ട് ഇത് ആരും നോക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ കൃത്യമായി കൊടുത്തപ്പോഴാണ് ചിലർക്ക് 20,000-ലധികം 2-3 പെൻഷൻ കിട്ടിയവർക്ക് 40,000 പെൻഷൻ കിട്ടി. അപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ ലക്ഷത്തോളം പെൻഷൻ കിട്ടിയവർ. ഇതാണ് നമ്മുടെ ശ്രദ്ധയിൽ വന്നത്. കാരണം നമ്മൾ സഹകരണ ബാങ്ക് വഴിയാണല്ലോ കൊടുത്തത്. അപ്പോൾ നമ്മുടെ പ്രവർത്തകർ ഓരോ വീട്ടിൽ ചെന്നപ്പോൾ ചിലർ പറഞ്ഞു ഞങ്ങൾക്ക് ഇത്രയും പെൻഷൻ ഉണ്ടോ. അത് പെൻഷൻ ഇരട്ടിപ്പിന്റെ പ്രശ്നം, അത് പെൻഷൻ ഇരട്ടിപ്പിന്റെ പ്രശ്നം അതല്ല ഇവിടെ ചോദ്യം. EPF വിഷയം എങ്ങനെ വന്നു? അതെ, ഇരട്ടിപ്പിന്റെ പെൻഷൻ, അത് ഞാൻ പറഞ്ഞു വരട്ടെ. ഈ തരത്തിൽ 40,000 60,000 രൂപ പെൻഷൻ കിട്ടിയ വീടുകൾ കണ്ടപ്പോഴാണ് ഇരട്ടിപ്പ്. അപ്പോൾ തൊഴിലാളികൾ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ഇത്രയും പെൻഷൻ ഉണ്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇരട്ടിപ്പ് എന്നത് ഗവൺമെൻറ് ശ്രദ്ധയിൽ വന്നത്. അപ്പോൾ ഗവൺമെൻറ് ഉത്തരവിറക്കി പെൻഷൻ കിട്ടുന്ന ആളുകൾ ഇനി കൃത്യമായി ആധാർ ലിങ്ക് ചെയ്യണം. അപ്പോൾ ഒരു ആധാർ വരുമ്പോൾ ഒന്നിൽ കൂടുതൽ പെൻഷൻ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതിന് ഗവൺമെൻറ് ഒരു ഗൈഡ് ലൈൻ ഇറക്കി. ഗൈഡ് ലൈനകത്ത് കൃത്യമായി ഏത് രേഖ ഹാജരാക്കണമെന്ന് പറയും, സെൽഫ് സർട്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഗൈഡ് ലൈനകത്ത് സർവീസ് പെൻഷൻ വാങ്ങുന്നവർ അക്കൂട്ടത്തിലാണ് EPF വാങ്ങുന്നവർ എന്നുകൂടി ഗൈഡ് ലൈനിൻ്റെ പട്ടികയിൽ വന്നു. ആ പെൻഷൻ്റെ ഇപ്പോൾ നമ്മൾ 2ാമത്തെ പെൻഷൻ ആളുകൾക്ക് തീരുമാനിച്ചു. ഇപ്പോൾ ഈ ഡിസംബറിനകത്ത് 3 മാസത്തെ അടുത്ത പെൻഷൻ കൂടെ കൊടുക്കാൻ തീരുമാനിച്ചു. ആ കൊടുക്കാൻ തീരുമാനിച്ചതിൽ ആധാർ ലിങ്ക് ചെയ്ത മുഴുവൻ ആളുകൾക്കും പെൻഷൻ കിട്ടി. 35 ലക്ഷത്തിലേറെ പേർക്ക് പെൻഷൻ കിട്ടി. ആധാർ ലിങ്ക് ചെയ്ത് കറക്റ്റായി വരാത്തതാണ് ഈ പരിധിയിൽ വരുന്നത്. അപ്പോൾ മാത്രമാണ് ഈ പ്രശ്നം ഗവൺമെൻറ് ശ്രദ്ധയിലും വരിക. ആധാർ ലിങ്ക് ചെയ്യാത്തവർ എന്തുകൊണ്ട് ലിങ്ക് ചെയ്യാതിരിക്കുന്നു? അപ്പോഴാണ് EPF ഉള്ളവരുടേതും അങ്ങനെ ലിങ്ക് ചെയ്തിട്ടില്ല. അത് ഞങ്ങൾ ആ EPF നമ്മൾ ഒഴിവാക്കുകയാണ്. EPF പെൻഷൻ കിട്ടുന്നവർ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനാണത്, അത് ഈ പട്ടികയിൽ വരേണ്ടതില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ദിവസവും തൊഴിലാളി അനുഭവിക്കുകയല്ല. 2ാമത്തെ ഘട്ടം കൊടുത്തു തുടങ്ങി 35 ലക്ഷം പേരിലും പെൻഷൻ എത്തി. 3 മാസത്തെ 3,000 രൂപ വെച്ച് കിട്ടി. അപ്പോഴാണ് 3.5 ലക്ഷം പേർക്ക് ഇനിയും കിട്ടിയിട്ടില്ല.
ആ കിട്ടാതിരിക്കുന്നവരുടേത് പരിഹരിച്ചു കൊടുക്കുക എന്നതാണ് ഗവൺമെന്റ് ഇപ്പോൾ മുൻകൈ എടുക്കുന്നത്. ശരി 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 പരിഹാരത്തിന്റെ ഭാഗമായി ശരി ഈ തരം ആളുകൾ കൂടി പെട്ടിരിക്കുന്നു എന്നത് ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെട്ടു. അത് ഒഴിവാക്കും, അത്രേ ഉള്ളൂ പറയാൻ. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ അതുകൊണ്ട് ഒളിച്ചോടലല്ല, ഒഴിഞ്ഞു മാറലല്ല. ശരി, ശ്രീ ആർ ചന്ദ്രശേഖരൻ, ഇവിടെ മന്ത്രിയുടെ ഈ അവകാശവാദം എന്ന് പറയുന്നത് 35 ലക്ഷത്തോളം പേർക്ക് ഇത് കൊടുത്തിരിക്കുന്നു, കുറച്ച് പേർക്ക് അത് കിട്ടാതിരിക്കുന്നു, 5.5 ലക്ഷത്തോളം പേർക്ക്. അതിൻ്റെ കാരണം അവർ രേഖകൾ സമർപ്പിച്ചിട്ടില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ക്ലീനപ്പ് ഒക്കെ നല്ലതാണോ അല്ലയോ എന്ന് നമുക്ക് അടുത്ത ഘട്ട ചർച്ചയിൽ അത് എടുക്കാം. ഇവിടുത്തെ പ്രശ്നം 21,171 പേർ EPF എന്ന ഒരു ഉപാധി കൂടെ വെച്ചപ്പോൾ ഈ പറയുന്ന പെൻഷൻ നിഷേധിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഈ 21,171 പേർ എല്ലാവരും പാവപ്പെട്ടവരാണെന്ന് കരുതിക്കൂടാ. കാരണം ഈ EPF പെൻഷൻ 1000 മുതൽ 20,000 വരെ കിട്ടുന്നവരുണ്ട്. 1000 കിട്ടുന്ന തൊഴിലാളികളിൽ ചിലപ്പോൾ പലപ്പോൾ അതിൽ നിന്നും ഒരു മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ലോൺ എടുത്ത സ്ഥിതിക്ക് ചിലപ്പോൾ 600 രൂപയോ 500 രൂപയൊക്കെ ആയിരിക്കും അതിൽ നിന്ന് കിട്ടുന്നത്. ആ പരിമിതരായ സാധാരണക്കാരായ ആളുകൾ ദുരിതമനുഭവിക്കുന്നു. മാധ്യമങ്ങൾ ഇത് ശ്രദ്ധയിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ അടക്കം ഈ വിഷയത്തിൽ അജ്ഞരായി തന്നെ തുടർന്നേനെ. ഇതാണ് വിഷയം. ഇതിനുള്ള മറുപടി തൃപ്തികരമാണോ? അല്ല, ഇതൊരിക്കലും ഒരു ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്ന പോലെ ലാഘവത്തോടെ കാണാവുന്നൊരു വിഷയമേ അല്ല. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഉത്തരവിറങ്ങി? ആരാണ് ഇതിന് ഉത്തരവാദി? UDF ഗവൺമെൻറ് ഉള്ള സമയത്തും ധനകാര്യ വകുപ്പിൻ്റെ ചില തീരുമാനങ്ങൾ ഇത്തരത്തിലുള്ള മേഖലകളിലൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ LDF വന്നു. LDF വന്നപ്പോഴും സ്വഭാവം മാറുന്നില്ല. ഇതിനകത്ത് മന്ത്രിയുടെ ഉദ്ദേശശുദ്ധിയൊന്നും ഞാനിപ്പോൾ ചോദ്യം ചെയ്യുന്നില്ല. അതൊക്കെ കുറച്ചുകൂടെ നമ്മുടെ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വരുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്. ഞങ്ങളിത് INTUC സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന മുഖ്യമന്ത്രിക്ക് കൊടുത്ത കത്താണിത്. 27/12 കൊടുത്ത കത്താണ്. ഒരു കാരണവശാലും EPF പെൻഷനും മറ്റുള്ള ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെടുത്തരുത്. അത് രണ്ടും രണ്ട് തന്നെയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ ഈ ഉത്തരവിന്റെ ഭാഗത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഞങ്ങൾ ഡിസംബർ മാസത്തിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് ഞാൻ കണ്ടു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു എന്തോ പെശക് പറ്റിയിട്ടുള്ളതായിരിക്കും, അത് തീർച്ചയായിട്ടും കറക്റ്റ് ചെയ്യും എന്നാണ് എന്നോട് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ തൊഴിൽ മന്ത്രിയെ കണ്ടു. അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും ഞങ്ങളിത് പരിശോധിക്കും. ഇത് പരിശോധന നടന്നില്ല. ഒരു മാസമാകുന്നു പരിശോധന നടന്നില്ല. മാത്രമല്ല, ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറയുമ്പോൾ ഇതെവിടെയാണ് ഇതിൻ്റെ പെശക് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കാനും അവിടെ ഒരു ദുരുദ്ദേശപരമായ പെശകാണെങ്കിൽ അങ്ങനെയുള്ളത് തക്കതായ നടപടിയെടുക്കാനും മന്ത്രിക്ക് കഴിയണം. ഇവിടെ എന്താ പ്രശ്നമുള്ളത്? കശുവണ്ടി തൊഴിലാളിയായാലും കയർ തൊഴിലാളിയായാലും പരമ്പരാഗത വ്യവസായ മേഖലയിലെ തൊഴിലാളികൾ കേവലം ഈ പെൻഷൻ കിട്ടുന്നത് മാത്രമല്ല, അവരുടെ ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുകയാണ്. അന്നേരം കാലാകാലങ്ങളിൽ അധികാരത്തിൽ വരുന്ന ഗവൺമെൻറ്റുകൾ ആരായാലും ശരി, അവർക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിന് പകരം നിയമങ്ങളുടെ നൂലാമാലകൾ നോക്കുന്നു, റെക്കോർഡുകൾ പരിശോധിക്കുന്നു, അതിനുള്ള തടസ്സവാദങ്ങളെല്ലാം ഉന്നയിക്കുന്നു. ആരെങ്കിലുമൊക്കെ ഉത്തരവിറക്കുന്ന മന്ത്രിമാർ അറിയാതെ പോകുന്നു, ഗവൺമെൻറ് അറിയാതെ പോകുന്നു. അതാരെങ്കിലും ഉന്നയിക്കുമ്പോൾ അത് പരിഹരിക്കാൻ കഴിയുന്ന രീതിയിലല്ലാതാകുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ധനകാര്യമന്ത്രി ഈ ഓണത്തിന് മുമ്പ് ഞാൻ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത്, എന്തായാലും ശരി INTUC പ്രസിഡന്റിനോട് ഞാൻ പറയുന്നു, ഞാൻ ഈ പ്രാവശ്യം 10,000 രൂപ തികച്ച് എല്ലാവർക്കും പെൻഷൻ കൊടുക്കും എന്ന് പറയും. നല്ല കാര്യമാണ്. അതിനെ ഒന്നും ആ ഉദ്ദേശശുദ്ധിയൊന്നും ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഇതൊക്കെ ഇതിൻ്റെ നൂലാമാലകളൊന്നും ഈ പാവപ്പെട്ട തൊഴിലാളികളെ ബാധിക്കാൻ പാടില്ല. ഒരു ദിവസം പോലും ബാധിക്കാൻ പാടില്ല. ഇത് ആര് തീരുമാനമെടുത്തു? എന്തുകൊണ്ട് കറക്റ്റ് ചെയ്തില്ല? ഒരു മാസത്തിന് മുമ്പ് ഞങ്ങൾ രേഖാമൂലം ഉന്നയിച്ച കാര്യമാണ്. എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല? എന്തുകൊണ്ട് പരിഹരിക്കുന്നില്ല? ശരി, മന്ത്രി അതിന് മറുപടി പറയട്ടെ അടുത്ത അവസരത്തിൽ. ഇപ്പോൾ ശ്രീ ഷിബു ബേബി ജോണിലേക്കാണ് പോവുകയാണ്. അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷിബു ബേബി ജോൺ, ശ്രീ ആർ ചന്ദ്രശേഖരൻ ചൂണ്ടിക്കാട്ടുന്നത് പോലെ ഏതെങ്കിലും ഒരു ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ്റെ വീഴ്ചയാണോ ഇത്? അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വം കാട്ടിയതാണോ ഈ ഉത്തരവിലൂടെ സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുക വഴി? എൻ്റെ സംശയം, ഇപ്പോൾ അങ്ങ് മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ 20/6/2014 ഒരു ഉത്തരവിറങ്ങുന്നുണ്ട് സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ. കേന്ദ്ര പെൻഷൻ പദ്ധതിയുടെയൊക്കെ മാനദണ്ഡങ്ങൾ മാറ്റുകയുണ്ടായി. അതുകൊണ്ട് 65 എന്നുള്ള പ്രായം 60 കുറച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി നിങ്ങളുടെ സർക്കാർ ഇറക്കിയ ഒരു ഉത്തരവാണിത്. ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് ഡോക്ടർ KM എബ്രഹാം, അഡീഷണൽ ചീഫ് സെക്രട്ടറി. അദ്ദേഹം തന്നെയാണിപ്പോൾ ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ മന്ത്രിയായിരിക്കുന്ന സർക്കാരിലെ ഉത്തരവും ഇറക്കിയിരിക്കുന്നത്. അതിലാണിപ്പോൾ അപാകത ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ശ്രീ ആർ ചന്ദ്രശേഖരൻ പറയുന്ന പ്രകാരമാണെങ്കിൽ അന്നും KM എബ്രഹാം കുഴപ്പമുണ്ടാക്കണം, ഇന്നും KM എബ്രഹാം കുഴപ്പമുണ്ടാക്കണം. അന്ന് പക്ഷേ ഉദാരമായ സർക്കാരിൻ്റെ സമീപനമാണ് KM എബ്രഹാമിലൂടെ ഉത്തരവായി ഇറങ്ങിയത്. ഇപ്പോൾ കുറേ ആളുകളെ കുഴപ്പത്തിലാക്കുന്നൊരു ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ എബ്രഹാമിനാണോ കുഴപ്പം?
അല്ല, എനിക്ക് മനസ്സിലാകുന്ന ഈ വാദം എന്താണ്, ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ പരമ്പരാഗത തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയത് 1980 നയനാർ സർക്കാരാണ്. അന്ന് മുതൽ ഇന്ന് വരെ നിഷേധിച്ചിട്ടില്ല. ഇപ്പോൾ നവംബർ 8 ഒരു ഉത്തരവിറങ്ങി, അത് ആരുടെയും ശ്രദ്ധയിൽ പെടാതെ വന്നതുകൊണ്ട് അതങ്ങ് നടപ്പിലാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ അത് ശ്രദ്ധയിൽ വന്നപ്പോൾ അവിടെ വീണെടുത്ത് കിടന്ന് വിദ്യ കാണിക്കാനുള്ള ഒരു ഇതായിട്ടേ കാണുന്നുള്ളൂ. അതിൽ നിന്ന് തലയൂരിയെടുക്കാനുള്ള ശ്രമമാണ്. അതിനൊരു ഉദ്യോഗസ്ഥനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോൾ ഇടതുപക്ഷ നയങ്ങൾക്ക് വിരുദ്ധമായി ഒരു ഉത്തരവിറക്കുകയും ഇത്രയും ട്രേഡ് യൂണിയനൊക്കെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുള്ള ശക്തമായ പ്രസ്ഥാനങ്ങളുള്ള CIT അടക്കമുള്ളിടത്ത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോയി. നിങ്ങൾ മാധ്യമങ്ങൾ ഈ വാർത്ത കൊണ്ടുവരുന്നതിന് മുമ്പ് ആരും ശ്രദ്ധിച്ചില്ല. എത്രയോ നാളായിട്ട് നാട്ടുപുറത്ത് ചർച്ചയാണ്. ശ്രീ ആർ ചന്ദ്രശേഖരൻ ഇപ്പൊ പറഞ്ഞത് അങ്ങ് കേട്ട് കാണുമല്ലോ അല്ലേ? ശ്രീ ഷിബു ബേബി ജോൺ കഴിഞ്ഞ 21 മുഖ്യമന്ത്രിയെ കണ്ട് ഈ കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണെന്ന്. അത് തന്നെ പറഞ്ഞത്. അതടക്കം ഞാൻ പറഞ്ഞത് ആദ്യം ഇതിന്റെ ഏതൊരു ചെറിയ പരിഷ്കാരത്തിന് ആലോചന നടത്തിയാൽ പോലും ഞാൻ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ പിറ്റേ ദിവസം തന്നെ CIT സെന്റർ അറിയുകയും അത് വാർത്ത പുറത്തു വരുന്നതിന് മുമ്പ് പ്രതിഷേധമായി വന്നുകൊണ്ടിരുന്ന ഒരു സംവിധാനമാണ്. അവിടെയാണ് ഇപ്പൊ 2 മാസവും 10 ദിവസവുമായിട്ട് ഇപ്പോഴാണ് ഇത് അറിയുന്നത്, നാളെ ഇതങ്ങ് കറക്റ്റ് ചെയ്യുമെന്ന് പറയുന്നത്. ഇതിന്റെ 2 വശമുണ്ട്. ഒന്ന്, ബഹുമാനപ്പെട്ട ശ്രീ മേഴ്സിക്കുട്ടിയമ്മ സൂചിപ്പിച്ചതുപോലെ ഇതിൽ അനർഹരുള്ളത്. ഞാൻ തൊഴിൽ വകുപ്പ് മന്ത്രിയായി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ നടത്താൻ ശ്രമിച്ച ഒരു കാര്യം, അന്നൊക്കെ ഇവരുടെ എതിർപ്പുകൊണ്ടാണ് അതൊക്കെ നടക്കാതെ പോയത്. ഒന്നിൽ കൂടുതൽ ക്ഷേമനിധി, തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ വാങ്ങിക്കുന്ന ഒരു ഭാഗത്ത്, അതിനേക്കാൾ കൂടുതൽ അനർഹരായിട്ടുള്ളവർ, വലിയ സാമ്പത്തിക സ്രോതസ്സുള്ളവർ, വരുമാനമുള്ളവർ പെൻഷൻ വാങ്ങിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ക്ലീനപ്പ് ചെയ്യുന്നതിനോട് ആർക്കും ഒരു വിയോജിപ്പുമില്ല. ഇപ്പോഴിവിടെ വളരെ തന്ത്രപരമായി പറയുന്ന ഒരു കാര്യമുണ്ട്. EPF പെൻഷന്റെ എണ്ണത്തിൽ മാറ്റം വരുത്തും, അത് ഒഴിവാക്കും. അന്നേരം വേണു പറഞ്ഞതുപോലെ എത്ര എണ്ണം ഞാൻ കൃത്യം കേട്ടില്ല, പരിമിതമായ എണ്ണമാണ് പറയുന്നത്. ഇവിടെ 7 ലക്ഷം പേർക്ക് പെൻഷൻ നിഷേധിക്കപ്പെടുകയാണ്. അതിൽ ജെനുവിനായിട്ടുള്ളവരുണ്ട്. ഞാൻ പറയട്ടെ, തൊഴിലാളി ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് അവരുടെ വിഹിതം അടച്ച് മുതലാളി വിഹിതവും കൂടെ എടുത്ത് ഗവൺമെന്റ് ഒരു വിഹിതവും കൂടെ ഇട്ട് കൊടുക്കുന്നതാണ് തൊഴിലാളി ക്ഷേമ പെൻഷൻ. എന്നാൽ സാമൂഹ്യക്ഷേമ പെൻഷനോ? സാമൂഹ്യക്ഷേമ പെൻഷൻ ഒരു വിധവയായി കഴിഞ്ഞാൽ, ഒരു വികലാംഗനായി കഴിഞ്ഞാൽ അവൻ അർഹതപ്പെട്ടതാണ്. അവൻ വിധവയും വികലാംഗനായി തുടരുന്നിടത്തോളം കാലം അവന് കിട്ടുന്നതാണ്. അതും തൊഴിലാളി ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. അത് അവന്റെ ഒരു അംഗവൈകല്യവും ഒരു പശ്ചാത്തലവും അല്ലെങ്കിൽ ഒരു ക്യാൻസർ രോഗി എന്നുള്ള നിലയിലും പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ കൊടുക്കുന്ന ആ പെൻഷനും ഇത് കിട്ടുന്നതുകൊണ്ട്, ഇതിന്റെ നാമമാത്രമായി പെൻഷൻ കിട്ടുന്നതുകൊണ്ട് കൊടുക്കത്തില്ല എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ ഒക്കത്തില്ല. അതേസമയത്ത് മൾട്ടിപ്ലിസിറ്റി, പല ക്ഷേമനിധിയിൽ അംഗമായിട്ട് പെൻഷൻ വാങ്ങിക്കുന്നതാണെങ്കിലും ഇൻകം ടാക്സ് ഓഫീസറുടെയും കോളേജ് പ്രൊഫസറുടെയും എഞ്ചിനീയർമാരുടെയൊക്കെ ഭാര്യമാർ പെൻഷൻ വാങ്ങിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കിയിരുന്നെങ്കിൽ ശരി. ഇത് സതുദ്ദേശപരമായിട്ടല്ല, ഇത് കയ്യടിക്ക് വേണ്ടി ചില പ്രഖ്യാപനങ്ങൾ നടത്തി അതിൽ ആരും ശ്രദ്ധയിൽപ്പെടാതെ അങ്ങ് പോകുന്നെങ്കിൽ അതിന്റെ അപ്രായോഗികത മനസ്സിലാക്കിക്കൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട ശ്രീ മേഴ്സിക്കുട്ടിയമ്മ നാളെ ഇത് പിൻവലിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് തോമസ് ഐസക് അതിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞേക്കുന്ന അരാജകത്വം ഉണ്ടാകുമെന്നാണ്. അന്നേരം ഇത് ബോധപൂർവമാണ് എന്നുള്ളത് മനസ്സിലാക്കണ്ടായോ? ശരി, 2 കാര്യങ്ങൾ. ഒന്ന്, ശ്രീ ഷിബു ബേബി ജോൺ, ഇവിടെ 5.5 ലക്ഷത്തോളം ആളുകളാണ് 3 തവണ സമയം നീട്ടിക്കൊടുത്തിട്ടും രേഖകൾ ഇപ്പോഴും നൽകാതിരിക്കുന്നത്. അപ്പോൾ അവരുടെ അവകാശം നിഷേധിക്കുകയല്ല ചെയ്തിരിക്കുന്നത്, അവസരം വിനിയോഗിക്കാതെ അനർഹരുടെ പട്ടികയിൽ സ്വയം അവർ എത്തി നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇപ്പോഴും അവരുടെ അവകാശം നിഷേധിച്ചിട്ടില്ല എന്നും ഇനിയും വെബ്സൈറ്റ് തുറന്ന് അവരുടെ രേഖകളൊക്കെ അപ്ലോഡ് ചെയ്ത് അതിൻ്റെ അത് സ്ഥിരീകരിക്കുക, അതിൻ്റെ പരിശോധന നടത്തുക, വാലിഡേറ്റ് ചെയ്യുക, ഇതെല്ലാം ഉണ്ടാകുമെന്നും സർക്കാർ പറയുമ്പോൾ അവരുടെ സർക്കാരിൻ്റെ പ്രവർത്തനത്തെ സംശയിക്കേണ്ടതുണ്ടോ? വേണു, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവിടെ തൊഴിലാളി ക്ഷേമ പെൻഷനും EPF ആയിട്ട് ലിങ്ക് ചെയ്യുന്ന മാത്രമല്ല, തൊഴിലാളി ക്ഷേമ പെൻഷനും സാമൂഹ്യക്ഷേമ പെൻഷനുകളുമായി പോലും ലിങ്ക് ചെയ്യുന്നത് ശരിയല്ല. ഒന്നിൽ കൂടുതൽ തൊഴിലാളി ക്ഷേമ പെൻഷൻ അങ്ങത് വ്യക്തമായി വിശദീകരിച്ചു. എന്റെ ചോദ്യം ഈ അവസരം കൊടുത്തു അന്നേരം ആധാർ ലിങ്ക് ചെയ്യാൻ പറയുമ്പോൾ സാമൂഹ്യക്ഷേമ പെൻഷൻ ഉള്ളവരും അല്ലെങ്കിൽ തൊഴിലാളി ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നവരും അവർക്ക് ആധാർ ലിങ്ക് ചെയ്യാൻ ഒക്കത്തില്ല, അത് അപ്ലോഡ് ചെയ്യാൻ ഒക്കത്തില്ല, അവർ എലിമിനേറ്റഡ് ആകുകയാണ്. മൾട്ടിപ്ലിസിറ്റി മറ്റേലല്ല, സോഷ്യൽ വെൽഫെയർ പെൻഷനും ഇതുമായിട്ട് ലിങ്ക് ചെയ്യാൻ പാടില്ല. അത് UDF ഗവൺമെന്റ് ഒരിക്കലും ചെയ്തിട്ടില്ല. മാത്രമല്ല, മറിച്ച് അവർ അർഹരാണ് എന്ന ഉത്തരവാണ് ഞങ്ങൾ ഇറക്കിയത്. അതേസമയത്ത് കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്ത് തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഗവൺമെന്റ് എന്ന് അധികാരത്തിൽ വരുമ്പോൾ അവരിപ്പോ അത് ഡീലിങ്ക് ചെയ്യാൻ പോകുന്നത് തൊഴിലാളി വിരുദ്ധമാണ്. സാധാരണ ഏറ്റവും നിർബന്ധമായിട്ടുള്ള ജനവിഭാഗത്തോട് കാണിക്കുന്ന കടുത്ത അനീതി തന്നെയാണത്. മന്ത്രി അതിന് മറുപടി പറയട്ടെ. അതിനു മുമ്പ് ഒരിക്കൽ കൂടി ശ്രീ ഷിബു ബേബി ജോൺ,
ഇവിടെ അങ്ങ് പറയുകയുണ്ടായല്ലോ അനർഹർ ഇതിലുണ്ടാകാം എന്ന്. ഈ അനർഹർ സ്വയമേവ വന്നു പെട്ടതല്ല. അവിടെയാണ് ഒരു ക്ലീനപ്പ് ഈ സർക്കാരിന് നിർബന്ധിതമാക്കുന്ന സാഹചര്യം. അങ്ങടക്കമുള്ള മന്ത്രിമാരിരുന്ന മന്ത്രിസഭയുടെ ഈ ജനപ്രിയ തീരുമാനത്തിൻ്റെ ഭാഗമായി വന്ന വിപത്ത്. അതായത് നിങ്ങൾ ഈ വലിയ തോതിൽ ഈ ഇളവുകൾ വരുത്തുകയും, ആ ഇളവുകൾ വരുത്തിയത് നല്ല കാര്യം, 60 വയസ്സാക്കുന്നു, അതിൻ്റെ ഭാഗമായി വലിയ തോതിൽ ഇതിൻ്റെ ഒരു വ്യാപ്തി കൂടുന്നു, അതും നല്ലത്, കൂടുതൽ പേർ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ഭാഗഭാക്കാവുകയാണല്ലോ. പക്ഷേ അപ്പോൾ നിങ്ങൾ ഉത്തരവാദിത്തോടെ ചെയ്യേണ്ട ഒരു കാര്യം, ഒന്നിലധികം പെൻഷൻ ഇവർ വാങ്ങുന്നുണ്ടോ? അങ്ങനെ നോക്കിയില്ലെന്ന് മാത്രമല്ല, ജനപ്രതിനിധികളടക്കം അന്ന് ആ സർക്കാരിൻ്റെ തീരുമാനം രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി വ്യാപകമായി ഒന്നിലധികം പെൻഷനിലേക്ക് ആളുകളെ ക്യാമ്പയിൻ ചെയ്ത് ഉൾപ്പെടുത്തി. അങ്ങനെ ഒരു അരാജകത്വം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് സർക്കാർ മാറി വരുമ്പോൾ നാളെ നിങ്ങൾക്കായാലും അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നമല്ലേ സാർ? വേണു, എനിക്ക് സമയം തരുവാണെങ്കിൽ ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ തൊഴിൽ വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഇതിന്റെ അനർഹരായിട്ടുള്ളവരെ ഒഴിവാക്കാനുള്ള നടപടിയും വിവിധ ട്രേഡ് യൂണിയനുകളുടെ അല്ലെങ്കിൽ വിവിധ ക്ഷേമനിധി ബോർഡുകളുടെ ഡേറ്റാബേസ് എല്ലാം കൂടെ സിങ്ക്രണൈസ് ചെയ്തുകൊണ്ട് ഒറ്റ എഴുതി കൊണ്ടുവന്നിട്ട് അതിൽ അനർഹരെ കണ്ടുപിടിക്കാൻ, അതിനാണ് ബാങ്ക് അക്കൗണ്ടും ആധാറും നിർബന്ധമാക്കിയത്. ആ സമയത്ത് നിർഭാഗ്യവശാൽ സുപ്രീം കോടതിയുടെ വിധി ആധാർ